ഇമാതിരി തെണ്ടിത്തരൊക്കെ ചെയ്തിട്ട് കൊറോണ കാലത്ത് പള്ളി തുറപ്പിച്ച് കുമ്പസരിച്ച പാവം തീരുന്നതിനോട് ആരാ പറഞ്ഞത്? അല്ലച്ചോ, ബൈബിളിലൊക്കെ പാപം ചെയ്തിട്ട് കുമ്പസാരിച്ചാൽ മതി എന്നല്ലേ പറയണേ? അതൊരുമാതിരിപ്പെട്ട പാപൊക്കെ. ഇതെന്തൂട്ട് പാപൊക്കെ നീ ചെയ്തു വെച്ചിക്കണ്? നീ ഒരു മഹാപാപിയായി തീർന്നല്ലോ. ഞാനൊന്ന് ചോദിക്കട്ടെ, എന്താ നിന്റെ പേര്? ഗോഡ്സൺ. അതിന്റെ അർത്ഥം എന്താ? ദൈവപുത്രൻ അല്ലേ? ആ, ദൈവപുത്രൻ. എന്നിട്ടാണോ ഇമാതിരി തെണ്ടിത്തരൊക്കെ ചെയ്യുന്നത്? അത് പിന്നെ നമ്മുടെ പണി അങ്ങനെയായി പോയില്ലച്ചോ. ഭയങ്കര കോമ്പറ്റീഷനാണ്. ഇമ്മാരി അൽക്കുലത്ത് പരിപാടിയില്ലാണ്ട് പിടിച്ചിക്കാൻ പറ്റില്ലെന്ന്. അല്ലെങ്കിൽ ആള് തവിടുകൂടി ഭസ്മായി പോന്ന്. അപ്പൊ നിനക്ക് എന്നെ ഒരു വിലയില്ല. അങ്ങനെ പറയരുതച്ചോ. ശരിയല്ലേ? അച്ഛൻ പറഞ്ഞിട്ടല്ലേ ഞാൻ മദ്യപാനം നിർത്തിയത്. ഈ വരുന്ന പള്ളി പെരുന്നാളിന് 5 വർഷം ഗോഡ്സും വെള്ളടി നിർത്തിയിട്ട്. 5 വർഷമായ? അപ്പൊ അച്ഛനെ ബഹുമാനില്ല എന്ന് മാത്രം പറയരുത്. പുണ്യാളം പൊറക്കില്ല. ഇത് പാരത് ആക്കോട്ടാ. ഇവന്റെ ഒരു കാര്യം. ആ ഫ്ലോ കുട്ടാ എന്നിട്ട് ചെയ്യാ. ഓരോന്ന് പറഞ്ഞു കൊടുക്കുമ്പോ ആലോചിക്കണം. അത് ശരി, ഇതാ കുറച്ച് പഠിപ്പ് കൂടിപ്പോയുള്ള കുഴപ്പം. ഇതെന്തുറ്റടാ കുട്ടുണ്ടായേ? എന്റെ ഗോഡ്സംബായ്, ക്ലാഡു കാലത്തൊട്ട് കുപ്പി വേണമെന്ന് പറഞ്ഞു വൻ സീന്. കുപ്പി വാങ്ങാൻ വേണ്ടി ബാറിൽ പോയി ഈ ദുർബലിനെ എക്സസൈസ് പൊട്ടിക്കുകയും ചെയ്ത് ബാറും പൊട്ടിച്ച്. അങ്ങനെ വൈകുന്നേരം വരെ നോക്കിയിട്ട് കുപ്പിയൊന്നും കിട്ടിയില്ല. അവസാനം നമ്മുടെ കാട്ടാൻതൊട്ടുള്ള ഷാജിയില്ലേ? ഏത് ഷാജി? നമ്മുടെ പട്ടാളത്തിലുള്ള. അവന്റെ കയ്യിൽ ഒരു കുപ്പി ഉണ്ടെന്നും കേട്ട് അതും വാങ്ങി ഞാനിവിടെ എത്തുമ്പോഴേക്കും സാനിറ്റൈസറിൽ ആൽക്കഹോൾ ഉണ്ടെന്നും പറഞ്ഞ് ഈ ദുർബലിന്റെ വാക്കും കേട്ട് ഗ്ലാഡ് ഒരു കുപ്പി സാനിറ്റൈസർ എടുത്തിട്ട് കുടിച്ചു. സാനിറ്റൈസറാ? എൻ്റെ ഒരു ജനറൽ നോളജ് അനുസരിച്ച് സാനിറ്റൈസറിൽ ആൽക്കോൾ ഇൻവോൾവ് ആണെന്ന് പറഞ്ഞത് നേരാ. പക്ഷെ നമ്മുടെ ഗ്ലാഡ്സ് അതെടുത്ത് കുടിക്കുന്നു ഞാൻ മനസ്സിൽ പോലും വിചാരിക്കണല്ലോ. അയ്യോ, വിളിക്കണ്ട, ഉടനെ അപ്പം മദ്യം ചോദിക്കും. അതിനിപ്പോ എന്താ കുഴപ്പം? കുട്ടമ്മ സാധനല്ലേ? ഏത് സാധനം? കാട്ടാന്തോട് ഷാജി ഉണ്ടെന്ന് മേടിച്ച സാധനല്ലടാ. അത് ടെൻഷൻ കൂടിപ്പോ ഞങ്ങൾ എല്ലാവരും കൂടി ഓരോന്ന് അടിച്ചടിച്ച് സാധനം തീർന്നു, തൊലിച്ചു. ഒരു കുപ്പി സ്കോച്ച് വാങ്ങിച്ചു തരാടാ. എങ്ങനെയെങ്കിലും ഒന്ന് ടയലാക്കി തടാ. സാബു, 1-2 കുപ്പിയല്ല, 30 കുപ്പി ദവാനാ മിസ്സിങ്. മനസ്സിലായ? അത് സ്റ്റോക്ക് കാണിച്ചില്ലെങ്കിൽ നിന്റെ പണി പോകൂട്ടാ. ഒരു പിടിയും കിട്ടുന്നില്ല. ഇനിയിപ്പോ എന്താ ചെയ്യാ? ഒന്നും ചെയ്യാനില്ല. എടുത്തോണ്ട് പോയി കുടിക്കുമ്പോ ആലോചിക്കണേ ഇതൊക്കെ കണക്കുള്ള മദ്യാന്ന്. ഒരു കാര്യം ചെയ്യും, എത്രയും പെട്ടെന്ന് 30 കുപ്പി ദവാനൊപ്പിക്കാൻ നോക്ക്. അതുവരെ സാറിനെ എന്തേലും പറഞ്ഞ് ഞാൻ പിടിച്ചു നിർത്തിക്കൊള്ളാം. പക്ഷേ പെട്ടെന്ന് വേണോട്ടോ. ഗ്ലാഡ് ഉറങ്ങാ. ഹോസ്പിറ്റലിൽ നിന്ന് തലയൊക്കെ ഇടിച്ച് പൊളിച്ചതേ സഡേഷൻ കൊടുത്ത് കെടുത്തേക്കാ. ഇല്ല, ഇപ്പൊ എഴുന്നേറ്റായി തന്നെ കുപ്പി ചോദിക്കും. എനിക്കാണെങ്കിൽ അത് ആലോചിച്ചിട്ട് എത്തും പിടിക്കിട്ടാ ഞാൻ. അയ്യോ ഗ്ലാഡ് മറ്റേ ഞാൻ പിന്നെ വിളിക്കാം. ഓക്കെ, എന്താ അവസ്ഥ? ഹായ്, ആനകളി തുടങ്ങി. നേരത്തെ കുതിരകളി ഇറങ്ങുമ്പോ കണ്ടോ? ചേട്ടാ കുപ്പി കിട്ടിയാ? കിട്ടൂടാ ചേട്ടായി സെറ്റ് ചെയ്യുന്നുണ്ട്. ചേട്ടാനെ പറ്റിക്കണ സത്യം പറ. ഗ്ലാഡോ കുറച്ചു നേരം കൂടെ ഒന്ന് കിടന്നുറങ്ങടാ. ഇനിയും ഉറങ്ങണ? ഇച്ചിരി നേരം കൂടി, അപ്പോഴേക്കും ചേട്ടായി ഒരു ഫുള്ളായിട്ട് വരും. നല്ല മല്ലേ, ഇച്ചിരി നേരം. അടുത്ത കളി തുടങ്ങുന്ന മുമ്പ് കുപ്പി ഒപ്പിച്ചോട്ടെ പോയി. എന്റെ പൊന്നു കോട്സാ, ഒരു ബാറിന്റെ മുതലാളി നോക്കണ്ട കരിക്ക് സത്യ എന്റെ മൂക്കിന്റെ പാലടി ചേർത്ത്. ഒന്നില് ഞാൻ ഒരു അബ്കാരിയല്ലേ? ഇങ്ങനെ പട്ടീനെ തല്ലണ പോലെ എന്നെ തല്ലാൻ പാടണ്ട. അല്ല തോമസ്, നമുക്ക് ആ എസ്ഐനൊന്നും ചെയ്യാൻ പറ്റില്ലേ? വല്ല സ്ഥലം മാറ്റം എന്തെങ്കിലും? ഒന്നും നടക്കില്ല. ഇല്ലല്ലേ? ആഭ്യന്തരമന്ത്രിയുടെ ഭാര്യരെ എന്തോ അടുത്ത ബന്ധുണ് ഇയാള്. തൽക്കാലം ഞാൻ ഇവിടുന്ന് മാറിയാലോ എന്ന് ആലോചിക്കുക. ആ ബാർ ഓർന്നിട്ട് ഒരു ഫുള്ളെങ്കിലും എടുത്തായോ? അനിയൻ ചക്കൻ അത്രക്ക് സീനാ. എന്റെ കോട്സാ, ഇപ്പൊ എന്റെ മൂക്ക പോയിട്ടുള്ളോ? എന്റെ തലയും കൂടി കളയോ നീ? ഒരു കാര്യം ഉറപ്പിച്ചിട്ടുണ്ട്, ഇനിയൊരു ചെറിയ നാരങ്ങ വെള്ളത്തിന്റെ പരിപാടി വരെ ഞാൻ ഈ ലോക്ക്ഡൌൺ കഴിഞ്ഞിട്ട് ചെയ്യില്ല. പേടിച്ചിട്ട കോട്സാ. കോട്സ് ചെല്ലു തൽക്കാലം.
ചെക്കനോട് ഞാൻ എന്ത് പറയണ്ട കർത്താവേ. നമസ്കാരം മുരളി. ആ എനിക്ക് ഒരു 30 കുപ്പി ധവാൻ എങ്ങനെയെങ്കിലും സംഘടിപ്പിച്ചായിരുന്നു. 30 കുപ്പി ധവാൻ എന്തിന്? നമ്മൾ ഈ പിടിച്ചെടുക്കുന്ന മദ്യമൊക്കെ എൻ്റെ അണ്ടറിലാണെന്ന് മുതലാളിക്ക് അറിയാലോ. വല്ലപ്പോഴേക്ക് ചെറുങ്ങനെ ഓരോന്നോരോന്ന് അടിച്ച് ഇപ്പോൾ 30 കുപ്പി അങ്ങ് തീർന്നു. ഇപ്പോൾ വന്നിരിക്കുന്ന ഒരു ചെറിയ നെസയ്ക്ക് പെട്ടെന്ന് കണക്ക് സ്റ്റോക്കും കാണണമെന്ന്. 30 കുപ്പി സ്റ്റോക്കെ കാണിച്ചില്ലെങ്കിൽ എൻ്റെ ജോലി തിരക്കി മുതലാളി. നീ അല്ലാണ്ട് ഈ ധവാനൊക്കെ എടുത്ത് അടിക്കോ? നമുക്ക് ഈ സ്കോച്ചും വിസ്കിയും ഒന്നും പോകത്തില്ലെന്ന് മുതലാളിക്ക് അറിയത്തില്ലേ? ഇനിയിപ്പോൾ ഇതിനെന്താണ് ഒരു വഴിയെന്നൊന്ന് പറഞ്ഞാ? എൻ്റെ പൊന്ന് സാബു, ഈ ധവാൻ റം എന്ന് പറയുന്നത് ഒരുമാതിരി കൗട്ടകളുടെ ബ്രാൻഡാണ്. ഇത് ബാറിലും ബീവറേജിലും വന്ന് അപ്പം തന്നെ സ്റ്റോക്ക് അങ്ങോട്ട് തീരും. പോരാത്തിന് ലോക്ക്ഡൌണിന് 2 ആഴ്ച മുന്നേ ഡിസ്റ്റിലറിയിൽ ഒരു പ്രൊഡക്ഷൻ ഉണ്ടായിട്ടില്ല. കേരളത്തിലെ ബീവറേജിൽ തന്നെ ധവാൻ കാണാൻ സംശയ. അപ്പോഴാണ് നിന്റെ 30 കുപ്പി. അപ്പൊ മുതലാളി എൻ്റെ ജോലി മരുന്ന് കഴിക്കണടാ. ധവാനെ അല്ല മുതലാളി മരുന്ന് എവിടെ നോപ്പിക്കും. അച്ഛനും വല്യച്ഛനും അച്ചാച്ചനും ബാക്കി കിട്ടുമായിരിക്കും അല്ലേ? പിന്നെ എന്തായാലും കിട്ടും. നമുക്ക് തരാതെ പിന്നെ അവൻ ആർക്ക് കൊടുക്കാനാ? ആണേ. രാവിനോ ഒരു കുപ്പി ഒന്നരാ 850 രൂപ വരാം. കൊടുക്കണില്ല. അവൻ കൊടുക്കുന്നില്ല. കൊടുക്കുന്നില്ലാന്നോ? നീ അവനൊന്നുകൂടെ വിളിച്ചേ. വിളിക്ക്. രാവിന് ഈ 520 മാട്ട സാധനത്തിന് 850 അത്ര കുറവൊന്നല്ലേട്ടാ. പിന്നെ നീ ആയോണ്ട് ഞാൻ പറഞ്ഞൊരു 1000 ആക്കിണ്ട്. 2 കുപ്പി എടുത്തേക്ക് ഞാൻ തപ്പാ. കൊടുക്കില്ല. അതെന്താ കൊടുത്തത്? ഷോമിയോടെ വിനു ഇവന്മാര് പറയുന്ന കേട്ടെ ഈ 850 ആറ്റിനൊന്നും കൊടുക്കാൻ നിൽക്കണ്ടേട്ടാ. നല്ല കാശ് കിട്ടണ സമയം. ഞാൻ ഒരു 1500 വെച്ച് 3 കുപ്പി അങ്ങോട്ട് എടുക്കാം. കൊടുക്കില്ല. എന്താ കൊടുക്കാത്തത്? ഞാൻ എപ്പോഴും വീട്ടിൽ പോയെന്ന് പറഞ്ഞാൽ എടാ ബിനുവോ, ഇത് പാപ്പനാടാ. കയ്യും കാലും പറിച്ചിട്ട് പഞ്ചാരിയും പരിപ്പൊക്കെ കൊടുത്ത് കൊടുക്കാൻ പറ്റണില്ലടാ. നിന്റെ അച്ഛനെ പോലെ കരുതിയിട്ട് പാപ്പന് 1 ലിറ്റർ താടാ. 2000 രൂപ തരാടാ പാപ്പൻ. കൊടുക്കണില്ല എന്ന് മാത്രം പറയരുതടാ. കൊടുക്കില്ല. പാട്ടി വേണ്ട, ഞാനടി നിർത്തി. പൊന്നുമലാണ് ഓരോ തുള്ളിക്കൊപ്പ കാശ് അവിടെ ഇരിക്കട്ടെ. ഞാൻ ബാങ്ക് മാനേജർ സുധാകര സാറാ. സാറേ ഒരു കുപ്പി വേണമായിരുന്നല്ലോ ബിനു. തരാലോ. എന്നാ ഞങ്ങളുടെ വരട്ടെ. പോരെ വരുമ്പളേ സാറാ നികുതിയടച്ച റെസീറ്റും കുടിക്കടവും പിന്നെ തന്റെ അച്ഛന്റെ ആധാർ കാർഡ് എടുത്തോണ്ട് പോരെ. ഒരു മനസ്സുഖം. എന്താണ് നിന്ന് വട്ടം ചുറ്റുന്നേ? എന്താടാ? അയ്യോ ഇത് വെറും 20 കിലോ ശർക്കര. അത്രേ ഉള്ളൂ. അമ്മൂമ്മയുടെ 70ാം പിറന്നാളാണേ. അമ്മൂമ്മയ്ക്കാണെങ്കിൽ ഗോതമ്പ് പായസം ഭയങ്കര ഇഷ്ടമായി. കൊറോണയ്ക്കല്ലേ, എപ്പോഴാ എന്താ സംഭവിക്കാന്ന് ആർക്കറിയാം. അതുപോലെ സാറേ, നിന്നെ ഈ ശർക്കര ഞങ്ങൾ സ്റ്റേഷനിൽ കൊണ്ടുപോയി ഈ ശർക്കര കൊണ്ട് നമുക്കൊരു തുലാഭാരം നടത്തിയാലോ? അയ്യോ നാടും വീടും ഞാൻ ഇതെന്ത് ദുർവിധി. നോക്കണ്ട, അതൊക്കെ എന്നെ ഞാൻ ഊറ്റിയതാ. ഹലോ ഡാ, എന്തായി? വില രക്ഷയുണ്ടോ? എങ്ങനെങ്കിലും ഒരു കുപ്പിയിലും താടാ. അനിയൻ അത്രയ്ക്ക് സീനായോണ്ടോ? പാൽ കഞ്ഞി കോരി തുള്ളി തുള്ളിയായി മോന്തി മോന്തിടാനാ ഗതി ഇതെന്തടാ. കൊടുക്കില്ല. തുടങ്ങി നേരെ വിളിക്കുമ്പോ തന്നെ കുപ്പി അന്വേഷിച്ചിട്ടുള്ള ആൾക്കാരുടെ വരവ് ആവശ്യങ്ങള്. എടാ കൈ വിറച്ചിട്ട് കടയിൽ സാധനം ഒന്നും എടുത്തു കൊടുക്കാൻ പറ്റില്ലടാ. നീ ഒരു കുപ്പി ഉണ്ടെങ്കിൽ എടുത്തേ. ഇവിടെ കുപ്പിയൊന്നുമില്ല. നിന്റെ അപ്പനാന്ന് വിചാരിച്ചെങ്കിലും ഒരു കുപ്പി കൊണ്ടടാ. പാപ്പൊന്ന് പോയാ പറഞ്ഞു. ഇതെന്താ ബീവറേജാ? കൊണ്ടടാ, ഒരു കുപ്പി കൊണ്ടടാ. പാപ്പ ഇവിടെ കുപ്പിയും കോപ്പൊന്നും ഇല്ലാന്ന്. ആഹാ, നീയൊക്കെ നശിച്ചു പോവുള്ളടാ. തമ്പുരാനാണ്, നീയൊക്കെ നശിച്ചു പോവും. വെള്ളം കിട്ടാതെ ചത്തു പോടാ. ഇറങ്ങി പോവാ പറഞ്ഞു. നീയൊക്കെ ഗേറ്റി കിട്ടാതെ അറിയുള്ളൂ. നാട്ടുകാരുടെ പ്രാക്കം മേടിച്ചു പിടിച്ച് എല്ലാം തല്ലി പൊളിക്കടാ. നീ നിന്റെ ഒരു ഒടുക്കത്തെ ഒരു കുപ്പി.
അയ്യോ, TV. അയ്യോ, എടാ, ലാഡു, താടി മുടി വെച്ച മൈത്താന്റെ വരെ പിടിക്കാം. പിടിച്ചിട്ടോടെ ഇറങ്ങിയിരിക്കണ്ടേ ലാഡു. മോനെ, മദ്യം കൊണ്ട് പറ്റാ. എടാ, 10 കുപ്പി മദ്യാണ് മറ്റേ എറണാകുളത്ത് ഇവിടെ എത്തിക്കണേ. നമ്മുടെ ദുർബലൻ എടുക്കാൻ പോയണേ. ചേട്ടായുടെ പൊന്നു മോണില് ഒരു 1/2 മണിക്കൂർ സമയം ചേട്ടായി കേറാ. 1/2 മണിക്കൂർ മാക്സിമം. ആ അത് കഴിഞ്ഞാൽ പറ്റൂല. 1/2 മണിക്കൂർ കഴിഞ്ഞാൽ ഒട്ടും പറ്റൂല. മതി, ദതു മതി. ആ ഗോഡ്സൺ ഭായ്, എന്തായി? അവര് വിളിച്ചിരുന്ന? അവർ വിളിച്ചിരുന്നു. അവർ 10 മിനിറ്റുള്ളിൽ റീച്ച് ആവും. അവരൊന്ന് സാധനം കളക്ട് ചെയ്താൽ ഞാൻ അപ്പം തന്നെ സ്കൂട്ടാവൂട്ടോ. ഇവിടെ ആകെ സീന അമിട്ട് പൊട്ടിമാരിയ ഗ്ലാഡുവിന്റെ അവസ്ഥ. ടെൻഷനായിട്ട് വയ്യ. നീ പെട്ടെന്ന് ആ കുപ്പിയും കൊണ്ട് ഇങ്ങോട്ട് വന്നടവനെ. ഗോഡ്സൺ ഭായ്, നമ്മളിത് ആദ്യമായിട്ട് ചെയ്യുന്ന പരിപാടിയൊന്നുമില്ല. ഒന്ന് പേടിക്കാണ്ടിരുന്നേ, ഹാപ്പി ആയിട്ടിരുന്നേ. ഹാപ്പി ഹാപ്പി കൊറോണ ട്ടാ. ഹാപ്പി കൊറോണയാ? ഈശോയെ, കുപ്പി കാത്തോളണേ. ആർക്കടി മീ മദ്യം? ഗോഡ്സന്റെ നമ്മുടെ പുലിപ്പറക്കുന്നു ഗോഡ്സൺ. ഷാജിക്കാനെ പണിതേന് മോന്തേനൊക്കെ ഒരു വെട്ടിയില്ലേ, ആ വെട്ടി ആയിട്ടാണ് ഈ ഗോഡ്സൺ. പുള്ളിക്കൊരു അനിയൻ ചെക്കനുണ്ട്, ഒരു വധൂരി ചെക്കൻ. ഇപ്പൊ മദ്യം കിട്ടാൻ്റെ സിക്കായിരിക്കുക. ആ പന്നിക്ക് വേണ്ടിട്ട് ഇടിയില്ലേ. ടീമേ, ഇതാണ് ഗോഡ്സൺ ഭായ്. ഏയ്, ഇത് വേറെ ഏതോ വാണാണ്. അവൻ്റെ കളറ് മുടി ഊളത്തടിയും കണ്ടറിഞ്ഞൂടെ. ഈ ഗോഡ്സൺ ഭായിയുടെ ഏറ്റവും പ്രധാനപ്പെട്ട നൈസ് ടു മീറ്റ് യു. സെയിം ടു യു. നിയാസെ, കുപ്പി എടുക്കുക. കേരളത്തിൽ ഏറ്റവും കൂടുതൽ സ്പിരിറ്റ് എടുത്തത് നമ്മുടെ ഭായ. നമ്മളും അതെ. ഏയ്, നമ്മളറിയണ്ട. ഇവിടെ നിന്ന് അപ്പോ ഓക്കെ എന്നാ ശരി. ആര് സ്റ്റിക്കർ അടിച്ചേ? ഞാൻ. എന്തി? എഡ്യൂക്കേഷൻ ഒട്ടൂലല്ലേ? എന്ത് പൊട്ടത്തരട അടിച്ചു വെച്ചാണേ. പോലീസ് വിളിക്കൂട്ടാ. ഹാപ്പി കൊറോണ. ഹാപ്പി കൊറോണ. മെഡിക്കലിന്റെ സ്പെല്ലിംഗ് പോലെ അറിയാൻ പാടാത്തൊരു വാണങ്ങൾ ഇറങ്ങിയേക്കാ. ശരിയല്ലേ? ഏറെക്കുറെ ചെയ്യാൻ ഞാനാരും പഠിപ്പിക്കാറില്ല ചെയ്യുന്നു. അവന്റെ ഒരു മെഡിക്കല് പൊളിക്ക് ഞാൻ പൊളിച്ചടുക്ക്. ഹലോ സാറേ, ഇവിടെ ഈ അതിർത്തി ഏരിയല്ലേ വണ്ടികൾ പൊളിഞ്ഞു കിടക്കുന്ന സ്ഥലം, അവിടെ ഒരു ഒമ്നിയില് മദ്യം കിടത്തുന്നു സാറേ. വണ്ടി നമ്പർ 5170 വൈറ്റ് ഒമ്നി. ഓക്കെ, ഞാൻ വരാം. ഓഫീസേഴ്സ്, അറിഞ്ഞിട്ട് ഞാൻ എങ്ങനെയും വെക്കും. പഞ്ഞിറച്ചൂട്ടിന് പൊള്ളി വിളിക്കാനുള്ള വാട്സപ്പ് ബായ് എന്തായാലും ഹാപ്പിയോ. എനിക്കത് മതി. വാട്സപ്പ് ബായുടെ ഹാപ്പിയാണ് എൻ്റെ ഹാപ്പി. ഞാൻ കണ്ടു. ഇവിടെ അയ്യോ, എക്സസൈസ്. പേടിക്കണ്ട, കൊറോണയല്ല, അലർജിയാ. എനിക്ക് ഉമ്മാരെ കാണുന്ന തന്നെ അലർജിയാ. സാറേ, കൊരട്ടിയില് അലർജിക്കുള്ള നല്ലൊരു ഡോക്ടർ. എന്തായി? കുപ്പി ഇട്ടിരുന്ന? ബൈ കുപ്പി ഇട്ടി ബൈ. പക്ഷേ എക്സസൈസ് കണ്ടിട്ട് ബാക്കിലുണ്ടല്ലോ ബൈ. എക്സസൈസാ? എടാ, ഒരു കാരണവശാലും എക്സസൈസിന് കീഴടങ്ങരുത്. എനിക്കിവിടെ കുപ്പി കിട്ടിയിരിക്കണം. എന്റെ ജീവൻ പോയാലും ഞാൻ അവർക്ക് കീഴ്പ്പെടില്ല ബൈ. എനിക്ക് അവരെ വേണമെന്ന്. സാറേ, ഇത് പഴയ വണ്ടിയിലെ സാറേ, 80 മോഡൽ. എന്താ സാബു? കുഴിയാണ് സാർ. കുഴി? എന്റെ സാബു ഫാസ്റ്റായിട്ട് ഇവിടെ അവരെ പിടിക്കേ. വിടാം സാർ. അവരെന്നെ അതിസാഹസികമായിട്ട് കീഴ്പ്പെടുത്തി ബൈ. സാർ പിടിക്കുന്നു. അത്യാവശ്യമായിട്ട് സത്യൻ സാറേ. സത്യജിത്ത് സാറേ, ഇവനെ പിടിച്ചതേ കേരള പോലീസാ. ഇവനെ പിടിക്കാൻ സ്കെച്ചിട്ടത് ഓടിച്ചതും പാവം ഞങ്ങൾ എക്സൈസാ. പട്ടം വെച്ചത് മാത്രം നിങ്ങൾ പോലീസ്. പിന്നെ എല്ലായിടത്തെയും പോലെ എക്സൈസിന്റെ കേസിൽ കയറി കളിച്ച് ആളാകാനുള്ള നിങ്ങളുടെ പോലീസിന്റെ പരിപാടി ഉണ്ടല്ലോ, അത് ഈ സത്യത്തിന്റെ റേഞ്ച് വേണ്ട. ശിവമോനെ, ഇവനെ ഞാൻ കൊണ്ടുപോവാ. എക്സൈസിന്റെ ഗേറ്റ് മലർക്കെ തുറന്ന് തന്നെ കിടക്കും. നിന്റെ പിള്ളേരെ കുട്ടി ഇവനെ കൊണ്ടുപോകാൻ പറ്റുമെങ്കിൽ കൊണ്ടുപോക്കോ. പിടിച്ചു കയറോ. അതെ സാറേ, മലർക്കെ തുറക്കാൻ നമ്മുടെ സ്റ്റേഷനിൽ അതെ, ഗേറ്റൊന്നുമില്ല. ഞാൻ പറയുന്ന മാസ് പഞ്ചിൽ ഗേറ്റ് ഉണ്ടാവും. താൻ അതിനകത്ത് ഗേറ്റ് ഉണ്ടാക്കാൻ നിൽക്കണ്ട. കൊണ്ട ഗേറ്റ് വെക്കേ. പിന്നെ സാബു,
പയ്യെ പോയാൽ മതി, മുമ്പത്തെ സ്പീഡ് വേണ്ട. വണ്ടിയുടെ കണ്ടീഷൻ നമ്മൾ നോക്കണം.